കഥ ആരംഭിക്കുന്നത് അങ്ങ് ഇറാഖിൽ വെച്ചാണ്. തീവ്രവാദികൾ 9 അമേരിക്കൻ പട്ടാളക്കാരെയാണ് പിടിച്ചു വെച്ചിട്ടുള്ളത്. അവരെയൊക്കെ തീവ്രവാദികൾ കൊല്ലാനായിട്ട് പോവുകയാണ്. എന്നാൽ അവരെ രക്ഷിക്കാൻ അവിടെ നമ്മുടെ കഥാനായകനായ ജോൺ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ധീരനായ ഒരു US മെറൈൻ ഓഫീസറാണ്. തീവ്രവാദികളുടെ കെട്ടിടത്തിന് പുറത്തെത്തിയ ജോണിനെ മേൽ ഉദ്യോഗസ്ഥൻ വിളിച്ചിട്ട് പറയാണ്, എന്റെ ഇൻസ്ട്രക്ഷൻ ഇല്ലാതെ അകത്തേക്ക് പോകരുത്. ആൽഫ ടീം അവിടെ എത്തുന്നുണ്ട്, അവരെത്തിയാൽ മാത്രം അകത്തേക്ക് അറ്റാക്ക് നടത്തിയാൽ മതി. എന്നാൽ തീവ്രവാദികൾ ഓൾറെഡി അവരുടെ കത്തികളൊക്കെ റെഡിയാക്കി അമേരിക്കൻ പട്ടാളക്കാരെ കൊല്ലാനായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ്. ജോൺ മേലുദ്യോഗസ്ഥൻ പറയുന്നത് കേട്ട് സമയം കളഞ്ഞാൽ ആരെയും രക്ഷിക്കാനാവത്തില്ല. അതുകൊണ്ട് ജോൺ മേലുദ്യോഗസ്ഥന്റെ ഇൻസ്ട്രക്ഷൻസ് ലംഘിച്ചുകൊണ്ട് അവിടെ അകത്തേക്ക് കയറുകയും പിന്നീട് തീവ്രവാദികളെയൊക്കെ തുരുതുരാ വെടിവെച്ച് കൊന്നുകളയുകയും ചെയ്തു. അങ്ങനെ തീവ്രവാദികൾ പിടിച്ചുവെച്ച എല്ലാ അമേരിക്കൻ പട്ടാളക്കാരെയും ജോൺ ഒറ്റയ്ക്ക് രക്ഷപ്പെടുത്തി. അതേപോലെ തീവ്രവാദികളുടെ ആ താവളം ജോൺ കത്തിച്ചു നശിപ്പിച്ചു. മിഷൻ പൂർത്തീകരിച്ച് അമേരിക്കയിൽ തിരിച്ചെത്തിയ ജോണിനെ കാത്തിരിക്കുന്നത് ഒരു സങ്കടകരമായ വാർത്തയാണ്. കേണൽ ജോണിനെ വിളിച്ചു വരുത്തി. എന്നിട്ട് അദ്ദേഹം പറയാണ്, നീ നല്ലൊരു ഓഫീസറാണ് എന്ന് എനിക്കറിയാം, എന്നാൽ നീ മേലുദ്യോഗസ്ഥരുടെ ഡയറക്റ്റ് ഓർഡർ ആണ് ലംഘിച്ചത്. അതുകൊണ്ട് നിന്നെ ഡിസ്മിസ് ചെയ്യാനാണ് തീരുമാനം. സർ, എനിക്ക് അപ്പീൽ പോകാൻ കഴിയത്തില്ലേ എന്നൊക്കെ ജോൺ ചോദിച്ചപ്പോൾ അതിനെ കൊണ്ടൊന്നും ഒരു പ്രയോജനവും ഇല്ല എന്ന് കേണൽ പറയുകയാണ്. അങ്ങനെ സങ്കടത്തോടെ തന്റെ ഡിസ്മിസ് ലെറ്റർ ജോൺ വാങ്ങിക്കുകയാണ്. കേണൽ ജോണിനെ സല്യൂട്ട് ചെയ്തിട്ട് പറയാണ്, നിന്നെ പോലൊരു ഓഫീസറിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നിന്നെ പോലെ ലോയൽ ആയിട്ടുള്ള ഒരു ഓഫീസറിനെ നഷ്ടമായത് രാജ്യത്തിന് തന്നെ വലിയ ഒരു നഷ്ടമാണ്. മാസങ്ങൾക്ക് ശേഷം ജോൺ തന്റെ വീട്ടിലേക്ക് തിരിച്ചെത്തി. കേറ്റ് എന്ന ഈ സ്ത്രീയാണ് ജോണിന്റെ ഭാര്യ. പുള്ളിക്കാരിക്ക് ജോണിനെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. ജോൺ സർപ്രൈസ് ആക്കി തന്നെ കാണാൻ വന്നതാണ് എന്നാണ് കേറ്റ് കരുതിയത്. എന്നാൽ ജോൺ പറയാണ്, എന്റെ ജോലി എനിക്ക് നഷ്ടമായി. ജോണിന് US മെറൈൻ എന്ന ജോലി വെറും ഒരു ജോലി മാത്രമല്ല, തന്റെ ജീവൻ കൂടിയാണ് എന്ന് കേറ്റിന് അറിയാം. അപ്പോൾ പുള്ളിക്കാരി ജോണിനെ സമാധാനിപ്പിക്കുന്നൊക്കെയുണ്ട്. സാരമില്ല, എല്ലാം ശരിയാവും, ഇത് ജീവിതത്തിലെ ചെറിയ ഒരു ചേഞ്ച് ആണ് എന്ന് മാത്രം കരുതിയാൽ മതി. കോട്ടും സ്യൂട്ടും ഒക്കെ ധരിച്ചു വരുന്ന ഇദ്ദേഹത്തിന്റെ പേരാണ് റോം. കണ്ടാൽ എന്തൊരു മാന്യൻ, എന്നാൽ അദ്ദേഹത്തിന്റെ കയ്യിലിരിപ്പ് എന്താണ് എന്ന് നിങ്ങൾ അറിയാൻ പോകുന്നേയുള്ളൂ. അദ്ദേഹം ഒരു ജ്വല്ലറിയിലേക്ക് പോവുകയാണ്. അവിടെ വളരെ കൂളായിട്ട് ചെന്ന് അവിടുത്തെ സെക്യൂരിറ്റി അടിച്ചു ബോധം കെടുത്തി. അവിടെ അദ്ദേഹത്തിന്റെ ടീമിലെ ഒരു അംഗം കൂടിയുണ്ട്. അവന്റെ പേര് ബെന്നറ്റ് എന്നാണ്. ബെന്നറ്റും ജ്വല്ലറിയിലെ കസ്റ്റമേഴ്സിന് നേരെ തോക്ക് ചൂണ്ടി. ആരും ഒച്ച വെക്കരുത്, എല്ലാവരും തല താഴ്ത്തി തറയിൽ കിടക്കൂ. ജ്വല്ലറിയിലെ വോൾട്ടിന്റെ അകത്ത് ജ്വല്ലറിയിലെ സ്റ്റാഫ് നിൽക്കുന്നുണ്ട്. എന്നാൽ അത് ബുള്ളറ്റ് പ്രൂഫ് ആയതുകൊണ്ട് റോമിന് അവനെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അപ്പോൾ ജ്വല്ലറിയിൽ വന്ന ഒരു സ്ത്രീയെ പിടിച്ചിട്ട് പുള്ളിക്കാരുടെ തലയിൽ റോം തോക്ക് ചൂണ്ടി. എന്നിട്ട് ആ സ്റ്റാഫിനോട് വോൾട്ട് ഓപ്പൺ ചെയ്യാനായി പറയുകയാണ്. ഈ സ്ത്രീ ആണെങ്കിൽ പേടിച്ചിട്ട് കാര്യമൊന്നുമുണ്ട്. പ്ലീസ് എന്നെ കൊല്ലല്ലേ, എനിക്ക് 2 ചെറിയ കുട്ടികൾ ഉള്ളതാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ വേറെ വഴിയില്ലാതെ ആ സ്റ്റാഫ് ജ്വല്ലറിയുടെ വോൾട്ട് ഓപ്പൺ ചെയ്തു. ഇനി മറ്റൊരു ട്വിസ്റ്റ്, റോം തോക്ക് ചൂണ്ടിയ സ്ത്രീയും റോമിന്റെ സംഘത്തിലെ അംഗമാണ്. ഏഞ്ചല എന്നാണ് പുള്ളിക്കാരിയുടെ പേര്. ഏഞ്ചലും തോക്കെടുത്ത് പോയിന്റ് ചെയ്യുകയാണ്. സോ ഇവരുടെ ലക്ഷ്യം ജ്വല്ലറിയിലെ സാധാരണ മാലയും വളയൊന്നുമല്ല, $12 മില്യൺ വില വരുന്ന റെയർ ഡയമണ്ട്സ് വോൾട്ടിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് മാത്രമാണ് ഈ കൊള്ള സംഘത്തിന്റെ ലക്ഷ്യം. ജ്വല്ലറി സ്റ്റാഫ് ആ ഡയമണ്ട്സ് ഒക്കെ എടുത്തു കൊടുത്തു. ഈ സമയം റോം ജ്വല്ലറിയിലെ CCTV വിഷ്വൽസ് റെക്കോർഡ് ആവുന്ന CD പുറത്തെടുത്ത് നശിപ്പിക്കുന്നൊക്കെയുണ്ട്. ജ്വല്ലറി സ്റ്റാഫ് ഡയമണ്ട്സ് ഒക്കെ കൊടുത്ത് റോം നടന്നു പോകുമ്പോൾ അദ്ദേഹം റോമിനോട് പറയാണ്, താങ്കൾ എന്തേ എന്നെ തല്ലാത്തത്? താങ്കൾ എന്നെ തല്ലാതെ പോയാൽ പോലീസിന് സംശയമാവും. അതായത് ഈ റോബറി ചെയ്യാൻ അവരെ സഹായിച്ചത് ജ്വല്ലറിയിലെ ഈ സ്റ്റാഫ് തന്നെയാണ്. റോം പറയാണ്, നീ പറഞ്ഞത് ശരിയാണ്, നിന്നെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലീസിന് സംശയമാവും. എന്നിട്ട് റോം അവനെ വെടിവെച്ച് കൊന്നുകളയുകയാണ്. ഇപ്പൊ എങ്ങനെ ഇരിക്കാണ്? ആരും ഇനി ആ സ്റ്റാഫിനെ സംശയിക്കില്ല. റോബറി ഒക്കെ കഴിഞ്ഞ് അവര് 3 പേരും വളരെ കൂളായിട്ട് അവരുടെ കാറിലേക്ക് നടന്നു പോവുകയാണ്. എന്നാൽ അവിടെ പോലീസ് എത്തി. അപ്പോൾ റോം കാറിന്റെ ഡിക്കിയിൽ നിന്ന് ഗണ്ണ് പുറത്തെടുത്ത് പോലീസിന്റെ നേർക്ക് ഷൂട്ട് ചെയ്യുകയാണ്. ഇവന്റെ പേരാണ് മോർഗൻ. മോർഗൻ ഒരു എടുത്തുചാട്ടക്കാരനാണ്. അവൻ പോലീസുകാരനെ നേരെ ഷൂട്ട് ചെയ്ത് ആ കാർ തന്നെ കത്തിച്ചു കളഞ്ഞു. അങ്ങനെ കൊള്ള നടത്തി വളരെ കൂളായിട്ട് അവരെ സ്ഥലം കാലിയാക്കി. സോ ഈ കേസ് അന്വേഷിക്കാൻ വന്ന ഡിറ്റക്റ്റീവ് ആണ് ഇദ്ദേഹം. 2 പോലീസ് ഓഫീസേഴ്സും ഒരു ജ്വല്ലറി സ്റ്റാഫുമാണ് കൊല്ലപ്പെട്ടത്. അവരുടെ ലക്ഷ്യം ജ്വല്ലറിയിലെ വോൾട്ടിൽ സൂക്ഷിച്ചു വെച്ച ഡയമണ്ട്സ് മാത്രമാണ് എന്നും ഡിറ്റക്റ്റീവിന് മനസ്സിലായിട്ടുണ്ട്. ഇനി നമ്മുടെ ജോണിലേക്ക് തിരിച്ചു വരാം. US മെറൈൻ ജോലി നഷ്ടമായ ജോൺ ഇപ്പോൾ പുതിയ ഒരു ജോലിയിൽ പ്രവേശിച്ചു. ഒരു ലക്ഷറി ഹോട്ടലിൽ സെക്യൂരിറ്റി സർവീസിൽ. ആ ഹോട്ടലിൽ റിക് എന്ന ഒരുത്തൻ വന്നിട്ടുണ്ട്. അവൻ ടോപ്പ് ഫ്ലോറിലുള്ള ഒരു ഓഫീസിലേക്കാണ് പോകുന്നത്. ജോൺ തീരെ ഈ ജോലിയിൽ സാറ്റിസ്ഫൈഡ് അല്ല. അപ്പോൾ ജോണിന്റെ കൂടെ ജോലി ചെയ്യുന്ന ജോ എന്ന ഇദ്ദേഹം പറയാണ്, എടാ നീ സാഡ് ആവല്ലേ, ഇത് നീ വിചാരിക്കുന്ന പോലെയുള്ള ജോലിയൊന്നുമല്ല, സംഭവം അടിപൊളിയാണ്, എന്ന് നിന്റെ ഫസ്റ്റ് ഡേ ആയതുകൊണ്ടാണ് നിനക്ക് ബോർ അടിക്കുന്നത്. ഈ സമയം അവർക്ക് ടോപ്പ് ഫ്ലോറിലെ ഓഫീസിൽ നിന്ന് കോൾ വന്നു. അതായത് നേരത്തെ
നേരത്തെ അങ്ങോട്ടേക്ക് ചെന്ന് റിക്ക് അവിടെ വന്ന് ഒരു സ്ത്രീയോട് മോശമായി പെരുമാറി. എന്നിട്ട് അവൻ അവിടുന്ന് പ്രശ്നമുണ്ടാക്കുന്നുണ്ട്. അവനോട് മര്യാദക്ക് ജോൺ പുറത്തു പോകാൻ പറഞ്ഞപ്പോൾ അവൻ ജോണിനെ തെറി വിളിക്കുകയാണ്. അപ്പോൾ ജോൺ അവനെ തൂക്കിയെടുത്ത് താഴേക്ക് കൊണ്ടുപോയി. എന്നാൽ താഴത്തെ ഫ്ലോറിൽ അവന്റെ ബോഡി ഗാർഡ്സും ഗുണ്ടകളുമുണ്ട്. നിനക്ക് ഞാൻ ആരാണ് എന്ന് മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു എന്നൊക്കെ റിക്ക് ജോണിനെ ഭീഷണിപ്പെടുത്തി പറയുകയാണ്. അതേപോലെ അവൻ പല കാര്യങ്ങൾ പറഞ്ഞ് ജോണിനെ അപമാനിക്കുന്നുമുണ്ട്. ജോണിന് നല്ല ദേഷ്യം വന്നു. പിന്നീട് അവിടെ വലിയ ഒരു ഫൈറ്റ് നടക്കുകയാണ്. റിക്കിനെയും അവന്റെ ഗുണ്ടകളെയൊക്കെ ജോൺ തൂക്കിയെടുത്ത് വെളിയിലേക്ക് കളയുന്നൊക്കെയുണ്ട്. അതേപോലെ ഈ ഫൈറ്റിൽ ഹോട്ടലിൽ വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഇടികൊണ്ട് പഞ്ചറായ റിക്ക് അവിടുന്ന് പോകുമ്പോൾ ജോണിനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. എന്റെ ഡാഡി ഇത് അറിഞ്ഞാലുണ്ടല്ല. സംഭവം റിക്കിന്റെ അച്ഛൻ വലിയ കോടീശ്വരനാണ്. അദ്ദേഹം ഈ ഹോട്ടലിലെ വലിയ ഒരു ഷെയർ ഹോൾഡർ ആണ്. അങ്ങനെ ജോലിയിൽ കയറിയ ആദ്യത്തെ ദിവസം തന്നെ ജോണിന് ജോലി നഷ്ടമായി. അതേപോലെ ജോയിനെ സസ്പെൻഡും ചെയ്തു. ഞാൻ കാരണം നിനക്കും ബുദ്ധിമുട്ടായല്ലേ എന്നൊക്കെ പറഞ്ഞ് ജോയിനോട് സോറി പറയുമ്പോൾ അതൊന്നും സാരമില്ല, ഞാൻ അല്ലെങ്കിലും കുറച്ച് ദിവസത്തേക്ക് ലീവ് എടുക്കാൻ വിചാരിച്ചതാ, അത് ഇങ്ങനെയായത് എന്തായാലും നന്നായി. ജോണ് സങ്കടത്തിലാണ് ഇരിക്കുന്നത്. ഇപ്പോഴും തന്നെ മെറൈൻ ജോലി നഷ്ടമായ വിഷമത്തിലാണ് ജോൺ. ജീവിതമാവുമ്പോൾ എങ്ങനെയൊക്കെ ഉണ്ടാവും, അതിൽ നിന്നൊക്കെ നമ്മൾ മൂവ് ഓൺ ആവാൻ പഠിക്കണം. പിന്നെ നീ നല്ല കഴിവുള്ള വ്യക്തിയാണ്, അതുകൊണ്ട് പുതിയ ഒരു ജോലി കിട്ടാൻ നിനക്ക് നിസ്സാരമാണ് എന്നൊക്കെ പറഞ്ഞ് ജോണിനെ സമാധാനിപ്പിക്കുന്നൊക്കെയുണ്ട്. ഇനി റോം എന്ന ഗാങ് ലീഡറിന് ഏഞ്ചലോട് ഇഷ്ടമുണ്ട്. പുള്ളിക്കാരിക്ക് പക്ഷെ ഇപ്പോൾ പേടിയാണ്. ജ്വല്ലറിയിൽ മോഷണം നടത്തിയതിനല്ല, പകരം 3 പേരെ കൊന്നതിന്. അതിൽ 2 പേര് പോലീസ് ഓഫീസേഴ്സുമാണ്. എന്നാൽ റോം പറയാണ് നമ്മളെ പിടിക്കാൻ മാത്രം അവർക്കാർക്കും ധൈര്യമില്ല. ഈ സമയം റോമിന്റെ ബിസിനസ് പാർട്ട്ണർ വിളിക്കുകയാണ്. അദ്ദേഹം റോമിനെ തെറിയൊക്കെ വിളിക്കുന്നുണ്ട് 3 പേരെ കൊന്നതിന്. ജോലി ക്ലീൻ ആയിട്ട് ചെയ്യണം എന്നല്ലേ നമ്മൾ പ്ലാൻ ചെയ്തത്, പിന്നെ എന്തിനാണ് 3 പേരെ കൊന്നത്? അപ്പോൾ സാഹചര്യം അങ്ങനെയായിരുന്നു. അതേപോലെ എനിക്ക് എതിരെ വരുന്ന ആരായാലും അവരുടെ അവസ്ഥ ഇത് തന്നെയായിരിക്കും എന്നൊക്കെയാണ് റോമിന്റെ മറുപടി. ഇവിടെ നമ്മുടെ ജോൺ തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ ജോയിനോട് ജോൺ പറയുകയാണ്, എന്റെ ഭാര്യ ഒരിക്കലും ഇന്ന് നടന്ന കാര്യങ്ങൾ അറിയാൻ പാടില്ല. അഥവാ അവൾ നിന്നോട് ചോദിച്ചാൽ തന്നെ കമാന്നൊരു അക്ഷരം പോലും മിണ്ടരുത്. വീട്ടിലെത്തിയപ്പോൾ ജോണിനോട് കേട്ട് ചോദിക്കാണ്, പുതിയ ജോലിയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? അപ്പോൾ ജോൺ കള്ളം പറയുകയാണ്, അടിപൊളിയാണ്, ഞാൻ വിചാരിച്ചതുപോലെയൊന്നുമല്ല, സെക്യൂരിറ്റി സർവീസിലെ ജോലി നല്ല ഫണ്ണാണ്. ഓഹോ അങ്ങനെയാണോ, പിന്നെ ഇവരെന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞ് കേറ്റ് TV ഓൺ ചെയ്തു. അപ്പോൾ ടിവിയിൽ ഹോട്ടലിൽ നടന്ന സംഭവങ്ങളുടെ വാർത്തയാണ് കാണിക്കുന്നത്. കള്ളം പറഞ്ഞത് കൊണ്ട് ജോൺ കേറ്റിനോട് മാപ്പ് പറഞ്ഞു. അപ്പോൾ ജോണിന്റെ മൈൻഡ് ഒന്നും ഓക്കെ അല്ല എന്ന് കേറ്റിന് അറിയാം. ജോണിന്റെ മൈൻഡ് ഒക്കെ ഒന്ന് ശരിയാക്കാൻ വേണ്ടി പുള്ളിക്കാരി പറയാണ്, കുറച്ച് ദിവസത്തേക്ക് നമ്മൾക്ക് കുറച്ച് ദൂരെ എവിടെയെങ്കിലും ടൂർ പോകാം, അങ്ങനെ നിന്റെ മൈൻഡ് ഒക്കെ ഒന്ന് റിലാക്സ് ആയിക്കോളും. അങ്ങനെ ജോണും കേറ്റും ഒരു ദൂരെ യാത്രക്ക് പോവുകയാണ്. ഇനിയാണ് കഥയിൽ ഒരുപാട് സംഭവങ്ങൾ നടക്കാനായി പോകുന്നത്. അവര് യാത്ര ചെയ്യുമ്പോൾ കാറിൽ പെട്രോൾ ഫിൽ ചെയ്യാനായി ഒരു ഫ്യൂൽ സ്റ്റേഷനിൽ എത്തി. അവര് കാറിൽ ഫ്യൂൽ അടിക്കുമ്പോൾ അതിന്റെ തൊട്ടപ്പുറമുള്ള കാഡിലാക് കാർ വേറെ ആരുടെയുമല്ല, റോമിന്റേതാണ്. കാറിൽ പെട്രോൾ ഫിൽ ചെയ്യുമ്പോൾ ജോൺ കേറ്റിന് വേണ്ടി സ്നാക്സ് വാങ്ങിക്കാനായി സ്റ്റോറിലേക്ക് ചെന്നിട്ടുണ്ടായിരുന്നു. അതായത് കേറ്റ് ഇപ്പോൾ കാറിൽ തനിച്ചാണ്. ആ സ്റ്റോറിൽ ഏഞ്ചലൊക്കെ ഉണ്ട്. ഈ സമയം ഫ്യൂൽ സ്റ്റേഷനിൽ ഒരു പോലീസ് കാർ വന്നു. അത് കണ്ടപ്പോൾ റോമും ഗാങ്ങും ഭയന്നു. അവരെ അറസ്റ്റ് ചെയ്യാനാണോ ഓഫീസർ വന്നത് എന്ന് ആലോചിച്ചിട്ട് ഓഫീസർ പോലീസ് കാറിൽ പെട്രോൾ ഫിൽ ചെയ്യുമ്പോൾ റോമിനോട് സംസാരിക്കാനായി വന്നു. റോമിന്റെ ഒരു ലക്ഷറി കാഡിലാക് കാറാണ്. അപ്പോൾ ഓഫീസർ വന്നത് ആ കാഡിലാക് കാറിന്റെ ഫീച്ചേഴ്സിനെ കുറിച്ചും എഞ്ചിന്റെ പവറിനെ കുറിച്ചൊക്കെ ചോദിക്കാനാണ്. പോലീസ് റോമിനോട് സംസാരിക്കുന്നത് കണ്ട് ബെന്നറ്റ്, ഏഞ്ചല അവർക്കൊക്കെ ഭയമായി. എന്താണ് ഓഫീസർ ചോദിക്കുന്നത് എന്നൊന്നും അവർക്ക് അറിയത്തില്ല. പിന്നെ മോർഗനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, അവൻ ആളൊരു എടുത്തുചാട്ടക്കാരനാണ് എന്ന്. അവൻ പോലീസിനെ കൊന്നുകളയാൻ തീരുമാനിച്ചു. ആ പോലീസ് ഓഫീസറിനെ വെടിവെച്ച് കൊല്ലുകയും അതേപോലെ പോലീസ് കാറിൽ ഇരിക്കുന്ന ഓഫീസറിനെ റോം വെടിവെച്ച് കൊന്നുകളയുകയും ചെയ്തു. ഇതൊക്കെ കണ്ട് സ്റ്റോറിലുള്ള ജോൺ പുറത്തേക്ക് അവരെ പിടിക്കാനായി ഓടിപ്പോകുമ്പോൾ ബെന്നറ്റ് ഫയർ എക്സ്റ്റിംഗ്വിഷർ വെച്ച് ജോണിന്റെ തല കടിച്ച് ബോധം കെടുത്തി. റോം കാർ ചേഞ്ച് ചെയ്യാനായി പറയുകയാണ്. അതായത് അവരുടെ കാഡിലാക് കാർ എടുക്കാതെ ജോണിന്റെ കാർ എടുക്കുകയാണ്. അതേപോലെ കാറിലുള്ള കേറ്റിനെയും അവര് തട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. ബോധം പോയ ജോൺ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ തന്റെ ഭാര്യ അവന്മാര് തട്ടിക്കൊണ്ടു പോകുന്നതൊക്കെ കാണുന്നുണ്ട്. അവരവിടുന്ന് രക്ഷപ്പെട്ടു പോകുമ്പോൾ മോർഗൻ ആ ഫ്യൂൽ സ്റ്റേഷൻ മുഴുവനായിട്ടും വെടിവെച്ച് കത്തിച്ചു നശിപ്പിച്ചു. അതായത് കേറ്റിന് മനസ്സിലായി തന്റെ ഭർത്താവ് മരണപ്പെട്ടു എന്ന്. പുള്ളിക്കാരി സങ്കടത്തിൽ പൊട്ടിക്കരയുകയാണ്. എന്നാൽ നമ്മുടെ ജോൺ ആ സ്ഫോടനത്തിൽ മരണപ്പെട്ടിട്ടൊന്നുമില്ല, അദ്ദേഹം അവിടുന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. ശേഷം അവരെ ചേസ് ചെയ്യാനായി ജോൺ കൊല്ലപ്പെട്ട പോലീസ് ഓഫീസർ വന്ന് കാർ എടുത്തു. അതേപോലെ പോലീസ് കാറിൽ നിന്ന് കൺട്രോൾ റൂമിൽ വിളിച്ച് സിറ്റുവേഷനെ കുറിച്ചൊക്കെ ജോൺ പറയുന്നുണ്ട്. ഇവിടെ ഈ കാറിൽ നിന്ന് ഏഞ്ചല ജോണിന്റെ മെറൈൻ ID കാർഡ് കാണുകയാണ്. അങ്ങനെ ജോൺ ആരാണ് എന്ന് അവർക്ക് മനസ്സിലായി. അതേപോലെ ഏഞ്ചല ജോണിനെ കുറിച്ച് വളരെ മോശമായിട്ട് സംസാരിച്ചപ്പോൾ ദേഷ്യം
ആദ്യം വന്ന കേറ്റ് പുള്ളിക്കാരിയെ തല്ലാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ജോൺ ആണെങ്കിൽ വളരെ വേഗത്തിൽ വന്ന് അവരുടെ പിന്നിൽ എത്തുകയാണ്. റോം ഇത് കണ്ടപ്പോൾ ഷോക്കായി. അതായത് ജോൺ മരണപ്പെട്ടിട്ടില്ല എന്ന് അവർക്ക് മനസ്സിലായി. ജോണിനെ കൊല്ലാൻ വേണ്ടി ബെന്നറ്റും മോർഗനും ജോണിന് നേരെ ഷൂട്ട് ചെയ്യുന്നൊക്കെയുണ്ട്. എന്നാൽ അതിൽ നിന്നൊക്കെ ജോൺ രക്ഷപ്പെടുന്നുമുണ്ട്. ഏഞ്ചലും ജോണിനെ കൊല്ലാൻ വേണ്ടി ഷൂട്ട് ചെയ്യുന്നൊക്കെയുണ്ട്. പക്ഷെ ഒന്നും കൊള്ളുന്നില്ല എന്ന് മാത്രം. മര്യാദക്ക് വെടിവെക്കാൻ പോലും ഒന്നിനും അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് അവന്മാരെ റോം തെറി പറയുന്നുണ്ട്. ഇനി ഈ ചേസ് എങ്ങനെയാണ് അവസാനിച്ചത് എന്ന് ചോദിച്ചാൽ മുന്നോട്ടേക്ക് അവർക്ക് പോകാൻ വഴിയില്ല. മുന്നിൽ വലിയ ഒരു കൊക്കയാണ്. റോം പെട്ടെന്ന് ബ്രേക്ക് പിടിക്കുകയും റിവേഴ്സ് എടുക്കുകയും ചെയ്തു. എന്നാൽ ജോൺ അത്രയും വേഗത്തിൽ വരുന്നത് കൊണ്ട് തന്നെ ജോണിന് പെട്ടെന്ന് ബ്രേക്ക് പിടിക്കാൻ സാധിച്ചിട്ടില്ല. ജോൺ ഡ്രൈവ് ചെയ്യുന്ന പോലീസ് കാർ ക്രാഷ് ആയി കൊക്കയിലേക്ക് വീഴുകയാണ്. കൊക്കയിലേക്ക് വീഴുന്ന സമയം അവന്മാര് കാറിന് നേരെ ഷൂട്ട് ചെയ്യുകയും കാർ പൊട്ടിത്തെറിക്കുകയും ചെയ്തു. അതായത് ഇപ്പോൾ ജോൺ മരണപ്പെട്ടു എന്ന് അവര് ഉറപ്പുവരുത്തി. സങ്കടത്തോടെ കേറ്റ് പൊട്ടിക്കരയുകയാണ്. അപ്പോൾ ഏഞ്ചല കേറ്റിന് നേരെ തോക്ക് ചൂണ്ടി, മര്യാദക്ക് അടങ്ങി നിൽക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ നിന്റെ ഭർത്താവിനെ കൊന്നതുപോലെ നിന്നെയും ഞങ്ങൾ കൊന്നുകളയും. ഗൈസ്, ഒരു കാര്യം പറയട്ടെ, എനിക്ക് നിങ്ങളുടെ ചെറിയ ഒരു സഹായം വേണം. ഈ വീഡിയോ കാണുന്ന ഓൾമോസ്റ്റ് 90% ആളുകളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് വീഡിയോ കാണുന്നത്. നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ നല്ല നല്ല വീഡിയോസ് കൊണ്ടുവരാനായി അത് എനിക്ക് വലിയ ഒരു മോട്ടിവേഷൻ തന്നെയായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. സോ ബാക്ക് ടു ദി സ്റ്റോറി. ഇനി അവർക്ക് ഈ സ്ഥലത്തുനിന്ന് ഇനി പോകാൻ ഒരു വഴിയുമില്ല. കാരണം അവർ സഞ്ചരിച്ച കാർ ക്രാഷ് ആയി ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ട്. അതേപോലെ പോലീസ് അവരെ അന്വേഷിച്ച് വരുമെന്നും അവർക്ക് ഉറപ്പാണ്. അതുകൊണ്ട് അവിടെയുള്ള കാട്ടിലെ കൂടി രക്ഷപ്പെടാനാണ് അവരുടെ ഇനിയുള്ള പ്ലാൻ. അതേപോലെ പോലീസ് അവരെ പിടിക്കാൻ ശ്രമിച്ചാൽ തന്നെ അവർക്ക് പോലീസിനെ ഭീഷണിപ്പെടുത്താൻ ഒരാൾ വേണം. അതുകൊണ്ട് അവർ കേറ്റിനെ കൊല്ലുന്നില്ല, പുള്ളിക്കാരിയും തട്ടിക്കൊണ്ടുപോകും. അപ്പോൾ ദേഷ്യത്തിൽ കേറ്റ് അവരൊക്കെ തെറി പറഞ്ഞപ്പോൾ ഏഞ്ചല കേറ്റിനെ അടിച്ച് ബോധം കെടുത്തി. അങ്ങനെ ബോധം പോയ കേറ്റിനെ മോർഗൻ തോളിലിട്ടാണ് കൊണ്ടുപോകുന്നത്. സോ ഇവിടെ കത്തി നശിച്ച ഫ്യൂൽ സ്റ്റേഷനിൽ ഡിറ്റക്റ്റീവ് എത്തി. അദ്ദേഹത്തോട് ഓഫീസർ പറയാണ്, എക്സ് മെറൈൻ ഓഫീസറായ ജോൺ ആണ് നമ്മളെ വിവരം അറിയിച്ചത്. ആ കൊലയാളികൾ അദ്ദേഹത്തിന്റെ ഭാര്യയെ കൂടി തട്ടിക്കൊണ്ടു പോയിട്ടുണ്ട്. സോ ഇതിന്റെയൊക്കെ പിന്നിൽ ജ്വല്ലറിയിൽ നിന്ന് ഡയമണ്ട്സ് മോഷ്ടിച്ച കൊള്ളസംഘം തന്നെയാണ് എന്ന് ഡിറ്റക്റ്റീവിന് മനസ്സിലായി. അദ്ദേഹം കൊള്ളസംഘം സഞ്ചരിച്ച കാർ ക്രാഷ് ആയ സ്ഥലത്തെത്തി. അവിടെ പെട്ടെന്ന് ആരോ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്നപ്പോൾ ഡിറ്റക്റ്റീവ് തോക്ക് ചൂണ്ടി. ആൻഡ് അത് വേറെ ആരുമല്ല, നമ്മുടെ ജോൺ ആണ്. ജോണിന്റെ കാർ ക്രാഷ് ആവുന്ന സമയം ജോൺ കാറിൽ നിന്ന് ചാടി രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. സോ ജോണിനെ കണ്ടപ്പോൾ തന്നെ ഡിറ്റക്റ്റീവിന് മനസ്സിലായി അദ്ദേഹം ആരാണ് എന്ന്. ഞാൻ അവരെ കണ്ടുപിടിക്കും, എന്നിട്ട് ഞാൻ തന്നെ അവരെ അവസാനിപ്പിക്കും എന്നൊക്കെ ജോൺ പറഞ്ഞപ്പോൾ നിയമം താങ്കൾ കയ്യിലെടുക്കാൻ പാടില്ല എന്ന് ഡിറ്റക്റ്റീവ് പറയുകയാണ്. എനിക്ക് എന്റെ ഭാര്യയെ രക്ഷിച്ചേ മതിയാവൂ, അതുകൊണ്ട് ദയവ് ചെയ്ത് സർ എന്നെ ഇതിൽ തടയാൻ പാടില്ല. അങ്ങനെ ഡിറ്റക്റ്റീവ് ജോണിന് പെർമിഷൻ നൽകി. അതേപോലെ അവന്മാര് അപകടകാരികളാണ്, ഓരോ നീക്കവും സൂക്ഷിച്ച് വേണം എന്നും ഡിറ്റക്റ്റീവ് ജോണിനോട് പറയുന്നുണ്ട്. സോ ഇവന്മാര് കാട്ടിലെ കൂടിയാണ് പോകുന്നത് എന്ന് പോലീസിന് മനസ്സിലായി. അങ്ങനെ ഹെലികോപ്റ്ററിലൊക്കെ പോലീസ് അവരെ അന്വേഷിക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ കേറ്റിന് ബോധം വന്നപ്പോൾ കേറ്റ് മോർഗനെ അറ്റാക്ക് ചെയ്യാനായി ശ്രമിക്കുകയാണ്. എന്നാൽ വീണ്ടും ഏഞ്ചല കേറ്റിനെ തല്ലുകയാണ്. സോ ഇവിടെ റോമിനെ അദ്ദേഹത്തിന്റെ പാർട്ട്ണർ വിളിക്കുകയാണ്. താൻ എന്തൊക്കെയാണ് ഈ ചെയ്തു കൂട്ടുന്നത്? എല്ലാ ന്യൂസ് ചാനൽസിലും ഇപ്പോൾ താൻ നടത്തിയ കൊലപാതകങ്ങളാണ് കാണിക്കുന്നത്. അതേപോലെ ഒരു സ്ത്രീയെ കൂടി താൻ തട്ടിക്കൊണ്ടു പോയിട്ടുണ്ട് എന്ന് കേട്ടല്ലോ. ഇതൊക്കെ സത്യം തന്നെയാണോ? അതെ, സത്യമാണ്. ഇതൊക്കെ എങ്ങനെ അവസാനിപ്പിക്കണം എന്നും എനിക്കറിയാം. അതേപോലെ റോം ആണെങ്കിൽ തന്റെ സ്വന്തം ബിസിനസ് പാർട്ട്ണറെ ചതിക്കുകയാണ്. അതായത് ഡയമണ്ട്സിന്റെ ഷെയർ നിനക്ക് ഞാൻ തരാൻ തയ്യാറല്ല, അത് 100% എന്റേതാണ്. എത്രയും പ്രശ്നങ്ങൾ ഞാൻ തനിച്ചാണ് സഹിച്ചത്, അതുകൊണ്ട് ഡയമണ്ട്സിന്റെ മുഴുവൻ അവകാശവും എന്റേത് മാത്രമാണ് എന്ന് പറഞ്ഞ് റോം കോൾ കട്ട് ചെയ്തു. ഈ സമയം അവര് നിൽക്കുന്ന സ്ഥലത്ത് ഹെലികോപ്റ്റർ പാസ് ചെയ്തു പോകുന്നത് അവര് കണ്ടു. അപ്പോൾ തന്നെ അവരെല്ലാവരും ഒരു മരത്തിന്റെ പിന്നിൽ ഒളിച്ചു നിൽക്കുകയാണ്. പോലീസ് കേൾക്കാൻ വേണ്ടി കേറ്റ് നിലവിളിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഏഞ്ചല കേറ്റിന്റെ വായ പൊത്തിപ്പിടിച്ച് കഴുത്തിൽ കത്തി വെച്ച് ഭീഷണിപ്പെടുത്തി. പോലീസ് പോയെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം അവര് വീണ്ടും മുന്നോട്ടേക്ക് തന്നെ പോവുകയാണ്. ആൻഡ് ജോൺ ഓൾമോസ്റ്റ് അവരുടെ അടുത്ത് എത്താനായിട്ടുണ്ട്. ജോൺ അവര് പോയ വഴികൾ അവരുടെ ഷൂ പ്രിന്റ്സ് നോക്കിയിട്ടാണ് മനസ്സിലാക്കുന്നത്. ഇനി ഇവിടെ മറ്റൊരു കാര്യം കൂടി നടന്നു. അതായത് റോം കേറ്റിനോട് പറയാണ്, എന്തായാലും നിന്റെ ഭർത്താവ് ചത്തുപോയി, അതുകൊണ്ട് മോൾക്ക് ഒരു ജീവിതം തരാൻ ഞാൻ തയ്യാറാണ്. അപ്പോൾ കേറ്റ് റോമിനെ തെറി വിളിച്ചു. അപ്പോൾ ഇതൊരു വഴിക്ക് പോകത്തില്ല എന്ന് പറഞ്ഞ് റോം നടന്നുപോയി. ഇനി ഇവിടെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഈ കാട്ടിൽ വേറെ ഗാങ്ങിന്റെ ഡ്രഗ് ഡീൽ നടക്കുന്നുണ്ട്. അത് അത്രയും രഹസ്യമായിട്ടാണ് നടക്കുന്നത്. അങ്ങനെ ആ ഡ്രഗ് ഡീലർ ജോണിനെ പിടികൂടി. താൻ പോലീസ് ആണോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ജോൺ പറയാണ്, നിങ്ങൾ ആരാണ് എന്ന് എനിക്കറിയത്തില്ല, ഞാൻ നിങ്ങളെ അന്വേഷിച്ചിട്ടൊന്നുമല്ല ഇവിടെ വന്നത്. എന്റെ ഭാര്യയെ ഒരു കൂട്ടം ആളുകൾ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്, അവളെ രക്ഷിക്കാനാണ് ഞാൻ പോകുന്നത്. എന്നാൽ ജോൺ പറയുന്ന കാര്യങ്ങളൊന്നും ആ ഡ്രഗ് ഡീലേഴ്സ് വിശ്വസിക്കാൻ തയ്യാറല്ല. അവര് ജോണിനെ അടിച്ച് ബോധം കെടുത്തി. എന്നിട്ട്
അവരുടെ സ്ഥലത്തേക്ക് കൊണ്ടുപോയി. ബോധമില്ലാത്ത ജോണിനെ ഒരു കസേരയിൽ കെട്ടിയിട്ടതായി കാണാം. ബോധം വന്ന ജോൺ കാണുന്നത് അവന്മാര് അവരുടെ ഡ്രഗ്സ് ഒക്കെ പാക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ജോണിനെ അവന്മാര് വീണ്ടും തല്ലുകയാണ്. ജോൺ വീണ്ടും വീണ്ടും അതേ കാര്യങ്ങൾ തന്നെ ആവർത്തിച്ച് പറയുന്നുണ്ട്. അതായത് ഞാൻ നിങ്ങളെ അന്വേഷിച്ച് വന്ന പോലീസ് ഓഫീസർ ഒന്നുമല്ല. ബട്ട് സ്റ്റിൽ അവന്മാര് ഇപ്പോഴും അത് വിശ്വസിക്കാൻ തയ്യാറല്ലാത്തത് കൊണ്ട് ജോൺ അവന്മാരെ അറ്റാക്ക് ചെയ്തു. എന്നിട്ട് കസേര പൊട്ടിച്ച് തന്റെ കയ്യിലെ കെട്ടൊക്കെ അയച്ചു. പിന്നീട് ഒരു ഉഗ്രൻ ഫൈറ്റ് ആണ്. ജോൺ അവന്മാരെ ഇടിച്ച് പന്നിക്കിടുക മാത്രമല്ല ചെയ്തത്, അവന്മാരുടെ ആ രഹസ്യ ഡ്രഗ് ലാബ് മുഴുവനായിട്ടും നശിപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം ജോൺ പെട്ടെന്ന് ഓടിപ്പോവുകയാണ് തന്റെ ഭാര്യയെ രക്ഷിക്കാൻ. ആൻഡ് ഫൈനലി ജോൺ അവരെ കണ്ടു. അവര് തന്റെ ഭാര്യയെ പിടിച്ചു വെച്ച് അവിടെയുള്ള ആൾതാമസമില്ലാത്ത വീട്ടിലേക്കാണ് കയറ്റുന്നത്. അവിടെ എത്തിയപ്പോൾ അവിടെ കറന്റ് ഇല്ല. റോം മോർഗനോട് പുറത്തു ചെന്ന് ജനറേറ്റർ ഓൺ ചെയ്യാനായി പറയുകയാണ്. മോർഗൻ അങ്ങനെ ജനറേറ്റർ ഓൺ ചെയ്യാനായി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. ഈ സമയം കേറ്റ് പുള്ളിക്കാരുടെ കയ്യിലെ കെട്ട് അവർ കാണാതെ അയച്ചിട്ടുണ്ട്. മോർഗൻ ജനറേറ്റർ റൂമിൽ ചെന്ന് ജനറേറ്റർ ഓൺ ചെയ്തു. എന്നാൽ അവിടെ വേറെ ആരോ ഉണ്ട് എന്ന് മോർഗന് മനസ്സിലായി. അത് ആരാണ് എന്ന് നോക്കാനായി മോർഗൻ ചെന്നപ്പോൾ നമ്മുടെ ജോൺ ചാടി വന്ന് അവനെ അറ്റാക്ക് ചെയ്തു. അവര് രണ്ടുപേരും അങ്ങനെ ഫൈറ്റ് ചെയ്യുകയാണ്. അവസാനം ജോൺ മോർഗനെ കത്തി കൊണ്ട് കുത്തിക്കൊല്ലുകയും ചെയ്തു. എന്തായാലും പുറത്തു നടന്ന ഈ സംഭവങ്ങളൊന്നും അകത്തുള്ളവർ അറിയുന്നില്ല. അപ്പോഴാണ് റോമിന് വീണ്ടും തന്റെ പാർട്ട്ണറിനെ കോൾ വന്നത്. അദ്ദേഹം നിങ്ങൾ എവിടെയാണുള്ളത് എന്നൊക്കെയാണ് ചോദിക്കുന്നത്. എന്നാൽ പാർട്ട്ണറിനെ ചതിച്ച റോം അതൊന്നും പറയാൻ തയ്യാറല്ല. അപ്പോൾ ഇവര് സംസാരിക്കുന്നതൊക്കെ ജോൺ അവിടെ ഒളിച്ചിരുന്ന് കേൾക്കുന്നുണ്ട്. സോ അകത്ത് ചെന്ന റോം ബെന്നറ്റിനോട് ചോദിക്കാണ് മോർഗൻ എവിടെ പോയി, അവൻ കുറെ നേരമായല്ലോ പോയിട്ട്, നീ ചെന്ന് അവൻ എവിടെയാണ് പോയത് എന്ന് നോക്ക്. അതേപോലെ അവർക്ക് രക്ഷപ്പെടാനുള്ള ബോട്ട് സ്റ്റാർട്ട് ചെയ്ത് വെക്കാനായിട്ടും റോം ബെന്നറ്റിനോട് പറയുന്നുണ്ട്. സോ ബെന്നറ്റ് പുറത്തേക്ക് വരുന്നത് ജോൺ കണ്ടു. അങ്ങനെ അവനെയും ജോൺ അറ്റാക്ക് ചെയ്ത് ആ ഫൈറ്റിൽ ജോൺ ബെന്നറ്റിനെയും കൊന്നു കളഞ്ഞു. അങ്ങനെ ബെന്നറ്റിന്റെ ബോഡിയും മോർഗന്റെ ബോഡിയുടെ അടുത്ത് ജോൺ കിടത്തുകയാണ്. ഈ സമയം അവിടെ ഡിറ്റക്റ്റീവ് വന്നു. എന്നിട്ട് അദ്ദേഹം ജോണിനോട് ഇനി എത്ര പേര് ബാക്കിയുണ്ട് എന്ന് ചോദിച്ചു. എന്റെ ഭാര്യയുടെ കൂടെ 2 പേര് അകത്തുണ്ട്. ശരി, അവന്മാരെ ഞാൻ അറസ്റ്റ് ചെയ്തോളാം എന്ന് ഡിറ്റക്റ്റീവ് പറഞ്ഞപ്പോൾ അത് പറ്റത്തില്ല, ഇത് ഞാൻ തന്നെ ഹാൻഡിൽ ചെയ്യും, എന്റെ ഭാര്യയുടെ ജീവനാണ് അവന്മാരുടെ കയ്യിലുള്ളത് എന്ന് ജോൺ പറയുകയാണ്. കേറ്റ് തന്റെ കയ്യിലെ കെട്ട് നേരത്തെ അയച്ചത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ തക്കം നോക്കി കേറ്റ് പുറത്തേക്ക് ഇറങ്ങി ഓടാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ഏഞ്ചല കേറ്റിനെ പിടിച്ചു. അങ്ങനെ അവര് രണ്ടുപേരും ഫൈറ്റ് ചെയ്യുകയാണ്. ഏഞ്ചലയെ നല്ല അടിപൊളിയായിട്ട് തന്നെ കേറ്റ് അടിച്ചു വീഴ്ത്തുന്നുണ്ട്. എന്നാൽ അവസാനം ഏഞ്ചല തോക്കെടുത്ത് കേറ്റിന് നേരെ ചൂണ്ടി. ഈ സമയം ജോണും ഡിറ്റക്റ്റീവും അകത്ത് റോമിനെ പിടിക്കാനായി ചെന്നു. റോം ജോണിനെ നേരെ തോക്ക് ചൂണ്ടുന്നുണ്ട്. എന്നാൽ ഡിറ്റക്റ്റീവ് റോമിന് നേർക്ക് തോക്ക് ചൂണ്ടി. തോക്ക് താഴെ വെക്കാനായി പറഞ്ഞു. അങ്ങനെ റോം തോക്ക് മേശപ്പുറത്ത് വെച്ച് കീഴടങ്ങി. ഇനി ഇവിടെയാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ്. ഡിറ്റക്റ്റീവ് റോമിന് നേർക്ക് പോയിന്റ് ചെയ്ത തോക്ക് ജോണിന് നേരെ പോയിന്റ് ചെയ്യുകയാണ്. അതായത് ഈ ഡിറ്റക്റ്റീവ് ആണ് റോം ചതിച്ച അദ്ദേഹത്തിന്റെ ബിസിനസ് പാർട്ട്ണർ. റോം ഡിറ്റക്റ്റീവിന് ഒരു ഡീല് കൊടുക്കുകയാണ്. അതായത് ഇവനെ ഞാൻ കുറെ തവണ കൊല്ലാനായി ശ്രമിച്ചു, എന്നാൽ ഓരോ തവണയും ഇവൻ രക്ഷപ്പെട്ടു. നീ ഇവനെ കൊല്ലുകയാണെങ്കിൽ നിനക്ക് കിട്ടാനുള്ള ഡയമണ്ട്സിന്റെ ഷെയർ ഞാൻ നൽകിക്കോളാം. അങ്ങനെ ഡിറ്റക്റ്റീവ് ആ ഓഫർ സ്വീകരിച്ച് ജോണിനെ വെടിവെച്ച് കൊല്ലാനായി പോവുകയാണ്. എന്നാൽ ജോൺ അപ്പോഴേക്കും അവരെ തിരിച്ച് അറ്റാക്ക് ചെയ്തു. റോം പെട്ടെന്ന് പുറത്തിറങ്ങി എന്നിട്ട് അവിടെയുള്ള ഗ്യാസിലേക്ക് ഷൂട്ട് ചെയ്തു. എന്നാൽ ജോൺ അവിടുന്ന് പുറത്തേക്ക് ചാടി രക്ഷപ്പെട്ടിട്ടുണ്ട്. ആ വീട് പൊട്ടിത്തെറിച്ചപ്പോൾ അകത്തുണ്ടായ വില്ലനായ ഡിറ്റക്റ്റീവ് മരണപ്പെട്ടു. ഇനി ഇവരാണെങ്കിൽ ഡിറ്റക്റ്റീവ് വന്ന കാറുമായിട്ടാണ് രക്ഷപ്പെടാൻ പോകുന്നത്. അവര് കേറ്റിനെ കാറിനെ ഡിക്കിയിലിട്ടു. ഈ സമയം അവിടെ ഒരു പോലീസ് ഓഫീസർ ബോട്ടിൽ വന്നു. അദ്ദേഹം ജോണിനെ അറസ്റ്റ് ചെയ്യാനായി പോവുകയാണ്. എന്നാൽ താൻ ഇപ്പോൾ അറസ്റ്റിലായാൽ തന്റെ ഭാര്യയുടെ ജീവൻ അപകടത്തിലായിരിക്കും. അതുകൊണ്ട് ജോൺ ആ പോലീസ് ഓഫീസറിനെ തിരിച്ച് അറ്റാക്ക് ചെയ്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ തന്നെ വിലങ്ങിട്ടു. എന്നിട്ട് പോലീസ് ഓഫീസർ വന്ന ബോട്ടുമായി അവർ പോകുന്ന സ്ഥലത്തേക്ക് ജോൺ പുറപ്പെട്ടു. ഡയമണ്ട്സ് വെച്ചിട്ടുള്ള ബാഗ് ഏഞ്ചല തന്നെ ജാക്കറ്റിന്റെ അകത്താണ് സൂക്ഷിച്ചു വെക്കുന്നത്. റോമിന് ഒരു കാര്യം മനസ്സിലായി. ഡിറ്റക്റ്റീവിന്റെ കാറിൽ ഇനി മുന്നോട്ടേക്ക് പോകുന്നത് സേഫ് അല്ല. കാരണം GPS ട്രാക്കിംഗ് ഉള്ളത് കൊണ്ട് പോലീസിന് അവരെ കണ്ടെത്താൻ എളുപ്പമാണ്. അങ്ങനെ ഏഞ്ചല റോഡിൽ തനിച്ചു നിന്ന് ഒരു ട്രക്കിൽ ലിഫ്റ്റ് ചോദിച്ചു. സുന്ദരിയായ സ്ത്രീ ലിഫ്റ്റ് ചോദിച്ചത് കണ്ട് ആ ട്രക്ക് ഡ്രൈവർ ട്രക്ക് നിർത്തുകയാണ്. എന്നാൽ ആ ട്രക്ക് ഡ്രൈവറിനെ ഏഞ്ചല വെടിവെച്ചു കൊന്നു. പിന്നീട് അവർ ആ ട്രക്കിലാണ് പോകുന്നത്. കേറ്റിന്റെ കൈയാണെങ്കിൽ അവര് ട്രക്കിൽ വിലങ്ങിട്ട് ലോക്ക് ചെയ്തിട്ടുണ്ട്. സോ അവരിപ്പോൾ ട്രക്കിലാണ് പോകുന്നത് എന്ന് പോലീസ് ബോട്ട് ഓടിച്ചു പോകുന്ന ജോണിന് പോലീസിന്റെ വയർലെസ് ഫോണിലേക്ക് കൂടി വിവരം ലഭിച്ചു. ഫൈനലി ജോൺ അവരുടെ സ്ഥലത്തെത്തി. അവര് സഞ്ചരിക്കുന്ന ട്രക്ക് ജോൺ കണ്ടു. ജോൺ പെട്ടെന്ന് അവര് കാണാതെ ട്രക്കിന്റെ ബാക്ക് സൈഡിൽ ചാടി കയറി. ഡോറ് തുറന്ന് ജോൺ ഏഞ്ചലെ പിടിച്ച് പുറത്തിട്ടു. അപ്പോൾ എതിർവശത്തു നിന്ന് വന്ന ബസ് പുള്ളിക്കാരി ഇടിക്കുകയാണ്. ഏഞ്ചല മരണപ്പെട്ടു. ഏഞ്ചലയുടെ ജാക്കറ്റിന്റെ അകത്തുണ്ടായ ഡയമണ്ട്സ് ഒക്കെ രക്തം പുരണ്ട് പുറത്തേക്ക് വീണതായി കാണാം. ദേഷ്യം പിടിച്ച റോം ജോണിനെ വെടി
വെടിവെച്ച് കൊല്ലാനായി ശ്രമിക്കുമ്പോൾ ബാക്ക് സീറ്റിലുള്ള കെയ്റ്റ് റോമിനെ തല്ലു നോക്കിയുണ്ട്. അവസാനം ജോൺ ട്രക്കിൽ നിന്ന് താഴെ വീണു. അതേപോലെ കെയ്റ്റിനെ കൊല്ലാൻ വേണ്ടി റോം ആണെങ്കിൽ ട്രക്ക് ക്രാഷ് ചെയ്ത് ട്രക്കിൽ നിന്ന് ചാടി രക്ഷപ്പെട്ടു. കെയ്റ്റിന്റെ കൈ വിലങ്ങ് കൊണ്ട് ട്രക്കിൽ ലോക്ക് ചെയ്തത് കൊണ്ട് പുള്ളിക്കാരിക്ക് രക്ഷപ്പെടാനും കഴിയുന്നില്ല. ട്രക്ക് ഒരു വെള്ളത്തിലേക്കാണ് ക്രാഷ് ആയത്. അതായത് കെയ്റ്റ് വെള്ളത്തിൽ മുങ്ങാനായി തുടങ്ങി. ജോൺ ഭാര്യയെ രക്ഷപ്പെടുത്താനായി ഓടിപ്പോകുമ്പോൾ റോം ജോണിനെ അറ്റാക്ക് ചെയ്യുകയാണ്. പിന്നീട് അവര് രണ്ടുപേരും തമ്മിലുള്ള ഫൈറ്റ് ആണ്. പക്ഷെ ജോണിന് ഇവിടെ ഫൈറ്റ് ചെയ്ത് കളയാൻ നേരമില്ല. കാരണം തന്റെ ഭാര്യ വെള്ളത്തിൽ മുങ്ങുകയാണ്. എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുത്തിയിട്ടില്ലെങ്കിൽ പുള്ളിക്കാരി ഉറപ്പായിട്ടും മരണപ്പെടും. എന്നാൽ ജോണിനെ പോകാനായി റോം അനുവദിക്കുന്നില്ല. അവസാനം നല്ല ദേഷ്യം വന്ന ജോണും റോമിനെ നിർത്താതെ ഇടിച്ച് പപ്പടമാക്കുകയാണ്. അതേപോലെ അവര് ഫൈറ്റ് ചെയ്യുന്ന കെട്ടിടത്തിൽ തീ പിടിക്കാനും ആരംഭിച്ചു. അത് കണ്ട ജോൺ റോമിനെ ദൂരേക്ക് തള്ളിയിട്ട് ആ കെട്ടിടത്തിൽ നിന്ന് വെള്ളത്തിലേക്ക് എടുത്തു ചാടുകയാണ്. ആ കെട്ടിടം പൊട്ടിത്തെറിക്കുകയും റോം ആ സ്ഫോടനത്തിൽ മരണപ്പെടുകയും ചെയ്തു. ജോൺ കെയ്റ്റിനെ രക്ഷപ്പെടുത്താൻ ട്രക്കിന്റെ അടുത്തെത്തി. കുറെ നേരം വെള്ളത്തിൽ മുങ്ങിയ കെയ്റ്റിന്റെ ബോധം പോയത് ജോൺ കണ്ടു. ട്രക്കിന്റെ അകത്ത് കയറി വിലങ്ങ് ലോക്ക് ചെയ്ത സ്റ്റീൽ ബാർ ജോൺ തകർത്തു. എന്നിട്ട് കെയ്റ്റിനെ പുറത്തെടുത്തു. എന്നാൽ പുറത്തെടുത്തെങ്കിലും പുള്ളിക്കാരിക്ക് ഇതുവരെ ബോധം വന്നിട്ടില്ല. ജോൺ ഭാര്യയെ രക്ഷിക്കാൻ CPR ഒക്കെ കൊടുത്തു. ആൻഡ് ഫൈനലി പുള്ളിക്കാരിക്ക് ബോധം വന്നു. അങ്ങനെ അവര് രണ്ടുപേരും സന്തോഷത്തോടെ കെട്ടിപ്പിടിക്കുകയാണ്. ഇവിടെയാണ് കഥ അവസാനിക്കുന്നത്. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇവിടെ കാണുന്ന ഈ വീഡിയോ കൂടി ക്ലിക്ക് ചെയ്ത് കാണൂ. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും.